നമ്മുടെ ചാനൽസിൽ വീഡിയോ ചെയ്യുമ്പോൾ ചോദ്യങ്ങൾ ഒക്കെ പലതും കാണുന്നുണ്ട്. പക്ഷേ ഞാനത് വായിക്കും, ചിലതൊക്കെ വായിക്കാറുണ്ട്. ഇപ്പോൾ സമയമുണ്ട്, ഫ്രീ ടൈമുണ്ട്, വർക്കുകൾ നമ്മൾ ചെയ്യുന്നില്ല. അപ്പോൾ ഫ്രീ ടൈമുകളിലൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിലും മറന്നു പോകാറുണ്ട് ചോദ്യങ്ങൾ. അപ്പോൾ ഒന്ന് രണ്ട് ചോദ്യങ്ങൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഓർത്തുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതാണ്. ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തെ പറ്റി അറിയാമെന്ന് പറയണം. കൊടുങ്ങല്ലൂർ അമ്പലത്തെ പറ്റി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരു ഐതിഹ്യങ്ങളും കാര്യങ്ങളും ഒത്തിരി ഉള്ളതാണ്. എനിക്കൊന്നും മുഴുവൻ അറിയാൻ പാടില്ല. ഞാനൊക്കെ വായിച്ച് ഞാൻ പക്ഷേ പഠിച്ചതാണ്, പക്ഷേ മറന്നുപോകും. പക്ഷേ എൻ്റെ ഒരു പേഴ്സണലായ എക്സ്പീരിയൻസ് ഞാൻ പറയാം കൊടുങ്ങല്ലൂർ അമ്പലത്തെ പറ്റി. ഇപ്പോൾ ഭദ്രകാളി ക്ഷേത്രത്തിൽ നമ്മുടെ കേരളത്തിൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഈ ഭദ്രകാളിയുടെ ഒരു ഉത്ഭവസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്ര സ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ അഭിപ്രായത്തിൽ കൊടുങ്ങല്ലൂർ അമ്പലമാണ്. ഈ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ നിന്നാണ് പല ക്ഷേത്രങ്ങളിലേക്കും ചൈതന്യങ്ങൾ പോയിട്ടുള്ളതെന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. ഞാൻ അവിടുത്തെ ഒരാളോട് ചോദിച്ച് കുറച്ച് മനസ്സിലാക്കിയപ്പോൾ അദ്ദേഹം പറഞ്ഞ അറിവുകളാണ്. ശരിയാണെന്നുള്ളത് എനിക്ക് ഉറപ്പൊന്നുമില്ല, എൻ്റെ അറിവാണ്. തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം എൻ്റെ ആത്മീയ വളർച്ചയിൽ കാര്യമായ സംഭാവനകൾ ചെയ്തു തന്ന 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഗുരുവായൂർ കൃഷ്ണൻ, ആ ക്ഷേത്രം. അവിടെ ഒരു ദേവിയുണ്ട്, അതിൻ്റെ ഉള്ളിൽ ദേവി ഇരിപ്പുണ്ട്. പലർക്കും അത് ശ്രദ്ധിക്കാത്തതാണ്. അതിൻ്റെ ഉള്ളിൽ ഭയങ്കര അതീവ ശക്തിയുള്ളൊരു ദേവി ഇരിക്കുന്നുണ്ട്. ആ ദേവിയുടെ അടുത്ത് ഞാൻ പോയിരിക്കുമായിരുന്നു. കൃഷ്ണൻ്റെ അടുത്ത് മാത്രമല്ല, ആ ദേവിയുടെ അടുത്ത് ഞാൻ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ നമുക്ക് വഴി കാണിച്ചു തന്ന ആളുകൾ, അല്ലെങ്കിൽ നമുക്ക് ആത്മീയ ലൈഫിലേക്ക് കൈ പിടിച്ച് കൊണ്ടുപോയ ആ ഒരു ആൾക്കാരെ നമ്മൾ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയും കൂടി ചെയ്യുകയാണ്. ഞാൻ ഒരു 6-7 വർഷക്കാലം സ്ഥിരമായിട്ട് പോയിരുന്ന, എല്ലാ ആഴ്ചയിലും ഒരു ദിവസം പോയിരുന്ന 2 ക്ഷേത്രങ്ങളാണ്. ഒന്ന് കൊടുങ്ങല്ലൂർ ക്ഷേത്രവും 2 ഗുരുവായൂർ അമ്പലവും. 2 ദിവസങ്ങളായിട്ട് പോകും. അതായത് ഏകദേശം ഒരു ഗുരുവായൂർ ഏതാണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ സ്പെൻഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതിൻ്റെ അകത്തൊന്നും ഞാൻ കയറാറൊന്നുമില്ല, എപ്പോഴൊന്നും കയറാറൊന്നുമില്ല. ഉള്ളിലോട്ടൊന്നും അധികം പോകാറില്ലെങ്കിലും പുറത്ത് സ്ഥലങ്ങളിലൊക്കെ അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യും. അവിടെ തന്നെ ഇരുന്ന് നമ്മൾ കുറേ സമയം ധ്യാനം ചെയ്ത് പുള്ളിയായിട്ടൊന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാറുണ്ട്. അത്രയേ ഉള്ളൂ, അല്ലാണ്ട് കൂടുതൽ പരിപാടികളൊന്നുമില്ല. അതെനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ലൈഫിൽ ഒരുപാട് പുരോഗതികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രം ഒരു കാലഘട്ടത്തിൽ ഇത് 2 മെയിനായിട്ട് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ഇവിടുന്ന് ആ സമയത്ത് ഇവിടുന്നൊരു 60-65 കിലോമീറ്റർ ഉണ്ട് ഗുരുവായൂരിലേക്ക്. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് 2 വീലർ, എൻ്റെ ഒരു സ്കൂട്ടറിനാണ് ഞാൻ പോവുക. സ്കൂട്ടർ ഓടിച്ച് അവിടെ വരെ എല്ലാ ആഴ്ചയും ഞാൻ പോകുമായിരുന്നു. അതിങ്ങനെ നമുക്കൊരു ക്രേസായിരുന്നു. സ്കൂട്ടർ ഓടിച്ച് അങ്ങോട്ടേക്ക് പോകും, അവിടെ തിരിച്ച് ഇങ്ങോട്ടേക്ക് സ്കൂട്ടർ ഓടിച്ച് വരും. അങ്ങനെ എല്ലാ ആഴ്ചയിലും ഞാൻ സ്ഥിരമായിട്ട് പോകുമായിരുന്നു. ഇപ്പോഴും എൻ്റെ മനസ്സിലേക്ക് നിൽക്കുന്നുണ്ട് ആ യാത്ര നടക്കാം. അത് മാത്രമല്ല കൊടുങ്ങല്ലൂർ അമ്പലം, കൊടുങ്ങല്ലൂർ എല്ലാ ചൊവ്വാഴ്ചകളിലും ഞാൻ പോകുമായിരുന്നു. ചൊവ്വാഴ്ചകളിൽ പോയിട്ട് ഒരു 9 മണിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു 12 മണി വരെ അവിടെ ഇരിക്കും. ആ ഉച്ചപൂജ കഴിയുന്ന സമയം വരെ അവിടെ സ്പെൻഡ് ചെയ്ത് അവിടെ ഇരുന്നിട്ട് അകത്ത് കയറി കുറേ സമയം ചിലവഴിക്കും. പിന്നെ പുറത്ത് വന്നിരിക്കും, ക്ഷേത്രവായൻ്റെ അവിടെ ഇവിടെ കേട്ടൊക്കെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ഇരിക്കും. അത് ഒരുപാട് ആത്മീയ പുരോഗതി എനിക്ക് ഉണ്ടാക്കി തന്നേക്കണ ഒരു പോയിൻ്റാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ എനിക്ക് പറയാനുള്ളത്, എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. അമ്പലത്തിൽ പോകുമ്പോൾ ഓടി ചെന്ന് നമ്മൾ പെട്ടെന്ന് തൊഴുത് നിങ്ങൾ വീട്ടിലോട്ട് പോകരുത്. ദേവിക്ക് ചിലപ്പോൾ നിങ്ങളുടെ സോളിനോട് ചില കാര്യങ്ങൾ പറയാനുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ നിന്ന് എലിമെൻറ്റ്സ് നിങ്ങളിൽ നിന്ന് വിട്ടു പോകാനുണ്ടാവും, ചിലത് നിങ്ങൾക്ക് ആഡ് ചെയ്യാനുണ്ടാവും. നിങ്ങൾ പലരും ഞാൻ കണ്ടിട്ടുണ്ട്, അമ്പലത്തിലേക്ക് ഓടി ചെല്ലുക, ഓടി പോവുക, വീട്ടിൽ പോവുക, എന്നിട്ട് അവിടെ പോയിട്ട് അതിന് ചായക്കടയിൽ പോയി ചായയും കുടിച്ച് അവിടെ ഇരിക്കും. അപ്പോൾ അതല്ല വേണ്ടത്. നമ്മൾ ക്ഷേത്രത്തിൽ പോയി അവിടെ കുറച്ച് സമയം ഇരുന്ന് ചുരുങ്ങിയതൊരു 15 മിനിറ്റ് 20 മിനിറ്റെങ്കിലും നിങ്ങൾ അമ്പലത്തിൽ ഇരിക്കാൻ ശ്രമിക്കണം. വേണ്ട, ഒരു 10 മിനിറ്റ്, ചുരുങ്ങിയത് 10 മിനിറ്റ് എവിടെയെങ്കിലും ഒഴിഞ്ഞ മൂലയിൽ പോയിട്ട് മാറിയിരിക്കാം. അവിടെ ഇരിക്കണ ദേവത നിങ്ങളത്തേക്ക് വന്നോളൂ. നിങ്ങൾ അങ്ങോട്ട് പോകണ്ട, ദേവത നിങ്ങളത്തേക്ക് വരും. നിങ്ങളുടെ മനസ്സ് ശുദ്ധമാണെങ്കിൽ നിങ്ങളുടെ ദേവത വരും, നിങ്ങൾക്കുള്ള മെസ്സേജ് നിങ്ങൾക്ക് തരും, നിങ്ങളുടെ സോളായിട്ട് സംസാരിക്കും. പിന്നെ അവിടെ ഒന്ന് പറ്റുമെന്നുണ്ടെങ്കിൽ ഒന്ന് നമസ്കരിക്കുക. എല്ലാം കഴിഞ്ഞ് പോരാൻ നേരത്ത് ഒന്ന് നമസ്കരിക്കുക, ദേവതേനെ കിടന്ന് നമസ്കരിക്കുക. സ്ത്രീകളാകുമ്പോൾ അത് വേറെ രീതിയിലാണ് നമസ്കരിക്കുന്നത്, ആണുങ്ങൾക്കാകുമ്പോൾ ഫുള്ളായിട്ട് കിടന്ന് നമസ്കരിക്കുക. അത് നമ്മുടെ തത്വപ്രകാരം അങ്ങനെയാണല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. അത് നിങ്ങൾ റെഗുലറായിട്ട് നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോവുകയാണെങ്കിൽ, കൊടുങ്ങല്ലൂരിൽ അടുത്തുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എളുപ്പമാണ് പോകാനായിട്ട്. പക്ഷേ എപ്പോഴും ഇത് തമാശയാണ്, നമ്മൾ അടുത്തുള്ള അമ്പലങ്ങളിൽ നമ്മൾ പോകത്തില്ല. ഇപ്പം ഞാനും അങ്ങനെ തന്നെയാണ്, തൊട്ടടുത്തുള്ള അമ്പലങ്ങളിൽ പോകില്ല. കുറച്ച് അകലുള്ള അമ്പലങ്ങളിൽ പോകാനാണ് നമുക്ക് താല്പര്യം. അത് വേണമെങ്കിൽ എല്ലാ ആഴ്ചയും വേണമെങ്കിൽ നമ്മൾ പോയിക്കോളും, ഒരു കുഴപ്പമുണ്ടാവില്ല. തൊട്ടടുത്ത അമ്പലങ്ങളിൽ പോകൽ കുറവായിരിക്കും.
എന്നാൽ നേരെ തിരിച്ചുള്ള ആൾക്കാരുണ്ട്. എന്തെങ്കിലും ഇടപാടൊക്കെ ചെയ്യുന്ന ആൾക്കാരാകുമ്പോൾ കാലത്ത് തന്നെ കുളിച്ച് തന്നെ വെച്ചിട്ട് നമ്മൾ തൊട്ടടുത്ത അമ്പലക്ഷേത്രത്തിൽ പോയി തൊഴുതിട്ട് പോകുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പലരും പല രീതിയിലാണ്. ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിക്കാരനാണ്. ഞാൻ അകലുള്ള അമ്പലങ്ങളിൽ കൂടുതലും പോവുക, അടുത്ത അമ്പലങ്ങളിൽ പോലെ കുറവാണ്. അപ്പോൾ ഇത് നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിനെ പറ്റി പറയുമ്പോൾ ആ കൊടുങ്ങല്ലൂർ കുറേ തറകളുണ്ട്. അപ്പോൾ ആ തറയിൽ മുഴുവനും ഇങ്ങനെ മരങ്ങൾ, വലിയ വലിയ വൃക്ഷങ്ങൾ, അതായത് ആൽമരങ്ങളാണ് കൂടുതൽ നിൽക്കുന്നത്. പല പല സൈസുള്ള ആൽമരങ്ങളുണ്ടെന്ന് തോന്നുന്നത്, അതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. പക്ഷേ അത് ആ മരങ്ങളിൽ എല്ലാത്തിലും ദേവിയുടെ ആൾക്കാർ, അതായത് ദേവിയുടെ ഭൂതഗണങ്ങളൊക്കെ പറയണ പോലത്തെ ശക്തികൾ ഇരിക്കുന്നത്. നിറയെ ശക്തികളാണ് ആ കോമ്പൗണ്ടിൽ മൊത്തം. അതാണ് ഈ അമ്പലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു കാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാവിൽ എല്ലാ ശക്തികളും ഉണ്ട്, എല്ലാ ആൾക്കാരും അതിൻ്റെ ഉള്ളിലുണ്ട്. കൊടുങ്ങല്ലൂരിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അങ്ങനെ. അതുപോലെ വേറെ ഒരു ക്ഷേത്രത്തിലും അതുപോലെ ഇല്ല. ഇപ്പം ഞാനിപ്പോൾ കണ്ണൂരിലുള്ള മാമാനിക്കുന്ന്, പിന്നെ അതേപോലെ കളരിവാതുക്കൽ, അങ്ങനെ ദേവിയുടെ തന്നെ ഒരു 3 ക്ഷേത്രങ്ങൾ, മാടായിക്കാവ്, അങ്ങനെ 2-3 ക്ഷേത്രങ്ങളിൽ പോയായിരുന്നു കഴിഞ്ഞ മാസം. അവിടെ ഇതുപോലെ തന്നെ അതീവ ചൈതന്യമാണ്. ഈ ആൾ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്, നമ്മുടെ കൊടുങ്ങല്ലൂരത്ത് ദേവി തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ മിക്കവാറും ഇവിടെ നിന്ന് പോയേക്കണ ചൈതന്യം ആകും. ഇവിടെ നിന്ന് ആരെങ്കിലും അങ്ങോട്ടേക്ക് ചൈതന്യം കൊണ്ടുപോയേക്കണാവാൻ സാധ്യത. എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണ്. അറിവ് ശരിയാവണമെന്നില്ല കേട്ടോ. ഇനി അതിനെ ചൈതന്യ ഉത്ഭവത്തെ പറ്റി പഠിച്ചാൽ മാത്രമേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ എൻ്റെ ഒരു ഇതിലാണ് പറയുന്നത്. അതുപോലെ ഞാൻ കേട്ടേക്കണത്, ഇവിടെ ഈ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ അവിടുത്തെ ആ ഒരു ശ്രീകോവിൽ നമ്മൾ തൊഴുന്ന ശ്രീകോവിലിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ വേറൊരു ചെറിയൊരു ശ്രീകോവിലുണ്ട്. അത് അടച്ചിട്ടേക്കാണെന്നാണ് എൻ്റെ അറിവ്. അതിനെപ്പറ്റി ഇപ്പോഴും കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ ഉള്ളിൽ ശ്രീശങ്കരാചാര്യർ പ്രതിഷ്ഠിച്ചേക്കണ ഒരു ശ്രീയന്ത്രം ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണം. ശ്രീയന്ത്രം അത്യധികം പവർഫുള്ളായിട്ടുള്ള ഒരു ആ ഒരു പ്രതിഷ്ഠയാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പിന്നെ നമ്മൾ വടക്കോട്ടേക്ക് ഫേസ് ചെയ്തിട്ടാണ് നോക്കിക്കൊണ്ടാണ് ഭദ്രകാളി അവിടെ ഇരിക്കുന്നത്. ഇത് കൂടാതെ പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് കയറി വരുമ്പോൾ, ദൈവം തൊഴാൻ വേണ്ടി വരുമ്പോൾ അവിടെ ഒരു ചെറിയ വാതിൽ കാണാം. ആ വാതിൽ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം മാത്രമേ തുറക്കുകയുള്ളൂ. അതിലൂടെ നമുക്കൊരു ദർശനമുണ്ട്. അവിടെ ഒരു ഭയങ്കരമായ ഒരു ദേവത അവിടെ ഉണ്ടെന്നാണ് ഞാൻ കേട്ടേക്കണത്. അത് നമുക്ക് കാണാൻ പറ്റില്ല, അതായത് രാജാവിന് മാത്രം ദർശനം കിട്ടുള്ളൂ എന്നാണ് ഞാൻ കേട്ടേക്കണത്. അങ്ങനെ നിരവധി ഐതിഹ്യങ്ങളും അതുപോലെ തന്നെ ചരിത്രങ്ങളുള്ള ഒരു സ്ഥലമാണ് കൊടുങ്ങല്ലൂർ ക്ഷേത്രം. പിന്നെ അതേപോലെ തന്നെ വേറൊരു സംഭവം കേട്ടേക്കണത്, ഒരു തുരങ്കം അവിടുത്തെ ഓഫീസിൽ നിന്ന് ഇതിൻ്റെ അടിയിൽ കൂടി ഒരു തുരങ്കം ഉണ്ടെന്നാണ് കേട്ടേക്കണത്. അത് ഈ നമ്മുടെ എല്ലാ വർഷത്തിലും ഭരണി സമയത്ത്, ഈ യുദ്ധത്തിന് ശേഷം ദേവി വിശ്രമിക്കുന്നൊരു സമയമുണ്ടല്ലോ, ആ സമയത്ത് ദേവി പരിക്കേറ്റിരിക്കുന്ന സമയത്ത് ദേവിക്കുള്ള പൂജകളും കാര്യങ്ങളും ഈ മരുന്നുകളും ഒക്കെ കൊടുക്കാനായിട്ട് അമ്പലം അടക്കുമല്ല ആ സമയത്ത്. അപ്പോൾ പൂജാരികൾ വരുന്നിരിക്കുന്ന ആ അടിയിലുള്ള ഗുഹയിൽ കൂടിയാണ് ഇവർ വരുന്നത്. ഗുഹയിൽ കൂടി അകത്തോട്ട് കയറാനുള്ള മാർഗ്ഗം ഉണ്ടെന്നാണ് കേട്ടേക്കണത്. ഇപ്പം അത് ഉപയോഗിക്കണില്ലാന്ന് തോന്നുന്നത്. പക്ഷേ അവിടെ ഇപ്പോഴും ഞാൻ കേട്ടേക്കണത് ആ ഗുഹ ഉള്ള ഭാഗത്തേക്കിട്ട് മുകളിൽ ആനയൊന്നും പോകില്ല, അത് ഇടിഞ്ഞു പോകാതിരിക്കാൻ. അങ്ങനെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കൃത്യമായിട്ട് അത് എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. ഞാൻ എപ്പോഴും നോക്കാറുണ്ട് എവിടെയാണ് ആ ഗുഹ എന്ന് നോക്കാറുണ്ട്. അതേപോലെ ഈ അവിടെ ഒരു നമ്മൾ അമ്പലത്തിൻ്റെ വടക്ക് വശത്തായിട്ട് ക്ഷേത്രവാലിരിക്കുന്നതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മളിങ്ങനെ മുകളിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ വൈകുന്നേരം ഒരു വിളക്ക് എത്തിച്ചേക്കണം. അപ്പോൾ അത് നമ്മുടെ ദേശക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദേവതയാണെന്നാണ്. ഇത് അമ്മ തന്നെയാണ് അവിടെ ഇരിക്കുന്നത്, അതിൻ്റെ തന്നെ വേറൊരു രൂപത്തിൽ അവിടെ ഇരിക്കുന്നുണ്ടെന്നാണ് സങ്കല്പം. അവിടെ ഒരു വിളക്ക് കാണാം, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അവിടെ കുറേ തേങ്ങയോ എന്തൊക്കെയോ ഉടക്കണ ഒരു സംഭവമൊക്കെ അവിടെ കാണാറുണ്ട്. പിന്നെ ഈ മറ്റേ ആളുകൾ എന്തൊക്കെയോ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കോഴിയെ വലിച്ചെറിയുക, അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. കോഴി ഒഴിഞ്ഞിട്ട് അങ്ങോട്ട് എറിയുന്ന എന്തൊക്കെയോ പരിപാടികൾ. അവിടെ എന്തൊക്കെയോ ഗ്രില്ലൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ മറച്ചു വെച്ചതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പോയപ്പോൾ കണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് അറിഞ്ഞൂടാ. അറിവുള്ള ആൾ അത് കമൻറ്റ് ചെയ്യും, അപ്പോൾ മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കൊടുങ്ങല്ലൂർക്കാർക്ക് അതിനെപ്പറ്റി കൂടുതൽ അറിയാൻ പറ്റും, അവിടുത്തെ ഐതിഹ്യങ്ങളെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ. പിന്നെ പുറത്ത് അവിടെ ഒരു നമ്മുടെ ഈ ഗുരുതി എല്ലാം കൊടുക്കുന്ന ഒരു ദേവത പുറത്തിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി സമയത്ത് ഗുരുതി ദേവിക്ക് കൊടുക്കുന്നത് പുറത്ത് വെച്ചിട്ടാണ്. അവിടെ നമ്മൾ ചെയ്യുന്നത് ഈ മഞ്ഞൾപ്പൊടി ഇങ്ങനെ ഒഴിഞ്ഞകത്തേക്ക് സമർപ്പിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അത് നമ്മുടെ രോഗദുരിതങ്ങളൊക്കെ മാറ്റാനായിട്ട് ബെസ്റ്റാണെന്ന് ഞാൻ കേട്ടേക്കണത്. അവിടെ പോകുമ്പോൾ നിങ്ങൾ ആ മഞ്ഞൾപ്പൊടി ഒഴിയണ പരിപാടി 10 രൂപ ദക്ഷിണ അല്ലെങ്കിൽ 20 ദക്ഷിണ കൊടുക്കുക. അവിടെ സ്ത്രീകളാണ് അത് ചെയ്യുന്നത്. അവിടെ അവർക്കാണ് എൻ്റെ അവകാശം അത് ചെയ്യാനുള്ളത്, കുടുംബക്കാരാണെന്ന് കേട്ടേക്കണത്. അപ്പോൾ അവിടെ നമ്മൾ ഒഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി സമർപ്പിക്കുന്ന ചടങ്ങുണ്ട്. പിന്നെ രാത്രി സമയത്ത് അവിടെ ഗുരുതി അവിടെയാണ് ചെയ്യുന്നത്. ഗുരുതി ഞാൻ ആ ഒരു പ്രാവശ്യം കണ്ടിട്ടുള്ളൂ കേട്ടോ. ഞാൻ ആ രാത്രി സമയത്ത് എൻ്റെ ബിസിനസ് വൈകുന്നേരങ്ങൾ അതിൻ്റെ പേരിൽ എനിക്ക് പോകാൻ പറ്റാറില്ല അങ്ങനെ. അതുകൊണ്ട് ഞാൻ ഒരു പ്രാവശ്യം ഞാൻ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്.
അത് അതിഗംഭീരമായ ഒരു ചടങ്ങാണ്. നമുക്ക് അവിടെ നിന്ന് കഴിഞ്ഞാൽ ഗുരുതിയൊക്കെ അവിടെ നിന്ന് തരും. രാത്രി സമയത്താണ് ചെയ്യുന്നത്. രാത്രി 8 മണിക്ക് ശേഷം 9 മണിയൊക്കെ ആവും അത് ഗുരുതിയുടെ ഒരു സമയം വരുമ്പോൾ. സ്ഥിരമായിട്ട് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്ഷേത്രപാലകനാണ് അവിടെ ഇരിക്കുന്നത്. പുറത്ത് ക്ഷേത്രപാലകൻ ഇരിക്കുന്നുണ്ട്. ഈ ക്ഷേത്രപാലകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയുടെ ഉഗ്രശക്തിയായ ദേവിയെ എന്താണ് ചങ്ങല, അതായത് ഒരു അടിയിൽ കൂടി ചങ്ങല ഇങ്ങനെ പോയിട്ടുണ്ടെന്ന സങ്കല്പം. ക്ഷേത്രപാലകൻ്റെ കയ്യിൽ ചങ്ങലയുണ്ട്. ഈ ചങ്ങല പോയിട്ട് ചങ്ങലയെ ബന്ധിച്ചിട്ടാണ് ദേവിനെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെയാണ് ഞാൻ കേട്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രപാലകനാണ് ദേവിയെ പിടിച്ചവിടെ ഇരുത്തിയേക്കുന്നത്. അതാണ് അങ്ങനെ ഇരിക്കുന്ന ആളല്ല. അത് ഇത്രയും ഭയങ്കര ഉജ്ജ്വല ഭാവത്തിൽ ഭയങ്കര പവർഫുള്ളായിട്ട് അഗ്രസീവായിട്ട് നിൽക്കുന്നൊരു ദേവതയും കൂടിയാണ്. 2 ഭാവമുണ്ട്. ആ ഭാവമുണ്ട്, വാത്സല്യ ഭാവമുണ്ട്, രണ്ടുമുണ്ട്. അപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ ആ യുദ്ധം കഴിഞ്ഞിട്ട് ഇരിക്കുന്ന ആ ഭാവത്തിലാണ് ദേവി ഇരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രപാലകനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവിയെ പിടിച്ചിരുത്തിയേക്കുന്നത്. പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാളികേരം മുട്ടുന്ന പരിപാടി. നിങ്ങൾക്ക് ശത്രുവിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ശത്രുമുട്ട്, കർമ്മത്തിൻ്റെ അർത്ഥമാണ് കർമ്മമുട്ട്, അതുപോലെ തൊഴിൽ കർമ്മം രണ്ടൊന്നും തന്നെ. പിന്നെ അതുപോലെ തന്നെ ദേഹം, എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ ദേഹമുട്ട്, ഭൂമിക്ക് വേണ്ടി നിന്നുള്ള മുട്ട് വേണമെങ്കിൽ ചെയ്യാം. മാംഗല്യമുട്ട്, നമ്മുടെ കല്യാണം നടക്കാണ്ട് ഇരിക്കുന്ന തടസ്സങ്ങളുണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടുള്ളത്. അങ്ങനെ ഓരോ കാര്യത്തിനും വേണ്ടിയിട്ട് മുട്ടാം. അപ്പോൾ എത്ര കാര്യങ്ങളുണ്ടോ നമുക്ക് അത്രയും നാളികേരം മുട്ട് അവിടെ നിന്ന് ചീട്ടാക്കിയിട്ട് മേടിക്കാം. ഈ നാളികേരം മുട്ടെന്ന് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഗതി കേട്ടോ. എനിക്ക് അറിയണ കാര്യമാണ് ഞാൻ പറയണത് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യുന്നൊരു രീതിയുണ്ട്. ഞാൻ ചെയ്യുന്ന രീതി ഞാൻ പറയാം. നമ്മൾ ചെല്ലുക, നമുക്ക് എന്തെല്ലാമാണ് നമ്മുടെ പ്രശ്നങ്ങൾ നോക്കിയിട്ട് നമ്മളത് അവിടെ നിന്ന് നാളികേരം മേടിക്കാം. ചീട്ടാക്കിയിട്ട് ചീട്ടും തരും, നാളികേരം തരും. നാളികേരം കൗണ്ടറിൽ കൊടുത്തു കഴിഞ്ഞാൽ നാളികേരത്തിൻ്റെ ചീട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നാളികേരം തരും. നല്ല വെള്ളമുള്ള നാളികേരം നമുക്ക് എടുക്കാം. നല്ല നാളികേരം എടുക്കണം. പൊട്ട നാളികേരം കൊണ്ടുവരരുത്. വെള്ളമുള്ള നാളികേരം കുലുക്കി നോക്കിയിട്ട് മേടിക്കാം. കേടുള്ളതും എടുക്കരുത്. അവിടെ കുറേ നാളികേരം ഇരിപ്പുണ്ടാവും. സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആ നാളികേരമായിട്ട് നേരെ അകത്തേക്ക് പോകാം. പിന്നെ അങ്ങോട്ടേക്ക് അവർ സഞ്ചി കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനായിട്ട് സമ്മതിക്കണില്ലെന്ന് തോന്നുന്നു. അവിടെ അവർ സഞ്ചിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെക്കേണ്ടി വരും, ബാഗ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത്ര കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഈ നാളികേരം മാത്രമായിട്ട് പോവാം. എന്നിട്ട് നാളികേരമായിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ മാറ്റി തന്നെ ദേവിയോട് പറയുക. എന്നിട്ട് നിങ്ങൾക്ക് ഇറങ്ങി വന്നിട്ട് ദേവിയുടെ അവിടെ നടക്കൽ വന്നു കഴിയുമ്പോൾ നാളികേരം നമ്മളത് കൊടുക്കണം. ചീട്ടും ദക്ഷിണയും കൂടി ശ്രീകോവിലിൻ്റെ അകത്തേക്ക് കൊടുക്കണം. അവർ വാങ്ങിയിട്ട് അവിടെ പൂജ ചെയ്യും. അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൂവും ഒക്കെ ഇട്ടിട്ട് പൂജ ചെയ്തിട്ട് തിരിച്ച് നമുക്കിവിടെ തരും. അപ്പോൾ ഞാൻ സ്ഥിരം കാണാറുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നാളികേരം കുറേ എണ്ണം കൊടുക്കും. നമ്മൾ മാത്രമല്ല, കുറേ ആൾക്കാർ കൊടുക്കണ്ടാവും നാളികേരം. അപ്പോൾ നാളികേരം തിരിച്ചു കൊണ്ടുവരുമ്പോഴേക്കും എൻ്റെ നാളികേരം അതല്ല, എൻ്റെ നാളികേരം ഇതാണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ അവിടെ കിടന്ന് ഭയങ്കര ബഹളം കൂട്ടാറുണ്ട്. നിങ്ങളങ്ങനെ ബഹളം ഒന്നും കൂട്ടണ്ട. നിങ്ങൾ എത്ര നാളികേരമാണോ അത്രയും നാളികേരം, ഏത് നാളികേരം ആയിക്കോട്ടെ, നിൻ്റെ എന്നുള്ള ഇതൊന്നും നോക്കണ്ട. നിങ്ങൾ 4 ആണെങ്കിൽ 4 നാളികേരമായി നിങ്ങൾ എടുക്കുക. എന്നിട്ട് ഈ നാളികേരമായിട്ട് നേരെ പുറത്തേക്ക് പോവുക. ഈ നാളികേരം മാറിപ്പോയി എന്ന് വെച്ചിട്ട് നിങ്ങൾ വിഷമിക്കാനൊന്നുമില്ല. ഒരു പ്രാവശ്യം ഞാനിതുപോലെ നാളികേരം മുട്ടാൻ ചെന്നപ്പോൾ ഒരാൾ ഞാനത് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ നാളികേരം എൻ്റെ കയ്യിൽ നിന്ന് അയാൾ മേടിച്ച് ഞാൻ കൊടുത്തു. നമുക്കിപ്പോൾ ഏത് നാളികേരം നമുക്ക് കുഴപ്പമില്ല. അതായത് വേറെ നാളികേരം ഞാൻ എടുത്തിട്ട് പോയി. അതാണ് ഞാനിത് പറയാൻ കാരണം. അപ്പോൾ അങ്ങനെ ഒന്നും നിങ്ങൾ വിഷമിക്കണ്ട. ഏത് നാളികേരമായാലും കണക്ക് തന്നെ, ദേവി തന്നെയാണ് അനുഗ്രഹിച്ചത്, ബ്ലസ് ചെയ്ത് തരുന്നത്. ഏത് നാളികേരമായാലും എടുത്തിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവാം. നേരെ പുറത്തേക്ക് കിടക്കാം. അവിടെ ശിവനുണ്ട്, ശിവനറയുണ്ട്, ശിവനെ തൊഴുക. എന്നിട്ട് നേരെ പുറത്തേക്ക് കടന്നിട്ട് ക്ഷേത്രവായൻ്റെ അകത്തോട്ട് കയറാം. ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾ അവിടെ ഒരു 11 പ്രദക്ഷിണം വെക്കുക. ഒരു 11 അവർ പറയുന്നത് സാധാരണ. 11 അല്ലെങ്കിൽ നടക്കാൻ പറ്റുമെങ്കിൽ 7 ആയാലും മതി, കുഴപ്പമില്ല. എന്നാലും 11 പ്രദക്ഷിണം വെക്കണമെങ്കിൽ നല്ലതാണ്. 11 പ്രദക്ഷിണം ചെയ്ത് ഇതൊന്ന് തലക്കൊക്കെ നല്ലോണമെങ്കിൽ ഒന്ന് ഒഴിഞ്ഞ് മേലൊക്കെ ഒന്ന് ഒഴിഞ്ഞ് എടുത്തിട്ട് പ്രദക്ഷിണം ചെയ്യുക. എന്നിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങാം. അവിടെ അടിക്കണ സ്ഥലമുണ്ട്, ക്ഷേത്രവായൻ്റെ മുമ്പിൽ തന്നെ ഉണ്ട് അടിക്കണത്. അവിടെ നിങ്ങളത് എറിഞ്ഞ് പൊട്ടിക്കുക. പരിപാടി കഴിഞ്ഞ്. അപ്പോൾ ദേവി ബ്ലസ് ചെയ്ത് തരുന്നു. ക്ഷേത്രപാലകനാണ് നമ്മുടെ ഈ നെഗറ്റീവിനെ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാര്യമായ കൂടുതൽ നെഗറ്റീവ് ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് പോകണമെന്നില്ല കേട്ടോ. നിങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 ദിവസം അടുപ്പിച്ച് ചെയ്യുക, കൂടുതൽ ബാധകളുണ്ടെങ്കിൽ. അപ്പോൾ അത് ഒരുമാതിരി ബാധകൾ ഒതുക്കി പോയിക്കോളും. നിങ്ങൾ ഒരുപാട് കാശ് ചിലവാക്കി നിങ്ങൾ ഇതാക്കണ്ട, അത് ചെയ്യാം. അത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ കുളത്തിൽ പോവുക. അമ്പലക്കുളമുണ്ട്. അമ്പലക്കുളത്തിൽ പോയിട്ട് അവിടെ പോയിട്ട് കൈയും കാലും മുഖമൊക്കെ കഴുകുക. തലയിലിത്തിരി വെള്ളം തളിക്കുക, കൈ കാലുകളൊക്കെ കഴുകുക. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾ കൃത്യമാണ് നിങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു അത്ഭുതം സംഭവിക്കും. നിങ്ങൾക്ക് ആ വെള്ളത്തിന്, സാധാരണ ചെളിയുടെ മണമുള്ള വെള്ളമാണ്, ആ വെള്ളത്തിന് കളഭത്തിൻ്റെ സ്മെല്ലുണ്ടാവും. കൈ ഇങ്ങനെ മണത്ത് കഴിഞ്ഞാൽ കളഭത്തിൻ്റെ സ്മെല്ല് വരും. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് പരീക്ഷ ചോദിക്കും. ഞാനിതുപോലെ എല്ലാവരോടും പറയാറുണ്ട്, പക്ഷെ എല്ലാവർക്കും കിട്ടാറില്ല, ചിലർക്ക് കിട്ടാറുണ്ട്. നിങ്ങളുടെ കാര്യം കൃത്യമായിട്ടുണ്ടെങ്കിൽ
കളവത്തിൻ്റെ സ്മെല്ല് വരും, ഉറപ്പാണ്. അപ്പോൾ ശരിയായിട്ടില്ല എന്ന് നിങ്ങൾക്ക് വിഷമിക്കേണ്ട, നിങ്ങൾക്ക് വീണ്ടും അത് ചെയ്യാവുന്നതാണ്. അത് വലിയ ചിലവുള്ള കാര്യമൊന്നുമല്ല, ചെറിയ ചിലവായി പൈസ ചിലവാകുന്നുള്ളൂ, കാര്യമായ ചിലവുള്ളൊരു വഴിപാടൊന്നുമല്ല. തേങ്ങയുടെ പൈസയെ മെയിനായിട്ട് ആവുന്നുള്ളൂ. എന്നിട്ട് നിങ്ങളത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് അവിടെ നിന്ന് ഈ എണ്ണ മേടിച്ച് കിടാവിളക്ക് ഉണ്ടല്ലോ, വലിയ കിടാവിളക്ക് 3 വെച്ചിട്ടുണ്ട് അവിടെ, നെയ്യോ അല്ലെങ്കിൽ എണ്ണയോ നിങ്ങളുടെ പൈസ പോലെ അത് വാങ്ങി അതിനൊഴിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ലാമ്പ് കൊടുത്തു, ഐശ്വര്യം വന്നു. കണ്ടാ, നെഗറ്റീവ് പോയി, ശുദ്ധമായി അവിടെ പോയി കുളിച്ചു. ഇവിടെ വന്ന് എണ്ണയോ നെയ്യോ ഒഴിച്ചപ്പോൾ നിങ്ങൾ ലാമ്പ് കത്തിച്ചു, ക്ലിയറായി. ഇതാണ് അവിടുത്തെ മെയിൻ വഴിപാട്. അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് ഇന്നേ വരെ ഇതല്ലാതെ വേറെ വഴിപാട് ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മൾ എന്തെങ്കിലും വല്ല പായസമോ അല്ലെങ്കിൽ അപ്പമൊക്കെ അത് ചിലപ്പോൾ മേടിക്കാറുണ്ട്. ഇതാണ് നമ്മൾ മെയിനായിട്ട് ഞാൻ പോയി കഴിഞ്ഞാൽ ചെയ്യുന്ന വഴിപാട് നെഗറ്റീവ് ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക്. പിന്നെ കഴിഞ്ഞില്ല, ഇനി നിങ്ങൾക്ക് തോന്നുകയാണ് നമുക്ക് നെഗറ്റീവ് മുഴുവൻ പോയിട്ടില്ല, അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു അപൂർണത ഉണ്ടെങ്കിൽ നിങ്ങൾ നേരെ പോയിട്ട് വെടി വഴിപാട് ചെയ്യാം. 2 ദിവസം വെടി വഴിപാടുണ്ട്. ശത്രു വെടിയുണ്ട്, സാധാരണ വെടിയുണ്ട്. സാധാരണ വെടിക്ക് പൈസ കുറവാണ്, ശത്രു വെടി ആകുമ്പോൾ പൈസ കൂടുതലാണ്. എനിക്ക് തോന്നുന്നു 60-65 രൂപയുണ്ടെന്ന് തോന്നണം. അത് നിങ്ങളുടെ കയ്യിലുള്ള പൈസ പോലെ നിങ്ങൾക്ക് 1 വെടിയോ അല്ലെങ്കിൽ 3 വെടിയോ 7 വെടിയോ എത്ര വേണമെങ്കിലും ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ ആയിട്ട് ചെയ്താൽ മതി. ഇപ്പോൾ 1 വെടി ചെയ്യാൻ പറ്റുള്ളെങ്കിലും അത് ചെയ്താൽ മതി, കുഴപ്പമില്ല. ദേവി അതുകൊണ്ട് അപ്പോൾ അതിന് ആ ഒരു നെഗറ്റീവിനെ അങ്ങോട്ട് പൊട്ടിച്ച് പുകച്ച് കളയണം, അതാണ് സങ്കല്പം. അത് ചെയ്യാം. ഇത് ചെയ്ത് നിങ്ങൾ ക്ഷേത്രത്തിൻ്റെ ആ കോമ്പൗണ്ടിൽ പുറത്ത് എവിടെയെങ്കിലും കുറച്ച് സമയം ഇരിക്കുക, തറയുമലോ അല്ലെങ്കിൽ മണ്ണിലോ എവിടെയെങ്കിലും പുറത്ത് മാറി ഇരുന്ന് കുറച്ച് നേരം ധ്യാനിക്കുക, കുറച്ച് നേരം ദേവിയുടെ നാമങ്ങൾ ജപിക്കുക, എന്നിട്ട് വേണം വീട്ടിൽ പോകാനായിട്ട്. ഇത് നിങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകുന്നവർ ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു മാറ്റം ഉണ്ടാവും. പിന്നെ അമ്പലത്തിനെ പറ്റി കൂടുതൽ ഐതിഹ്യങ്ങളും കഥകളൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അത് അറിവുള്ളവർ ഇതിൽ കമൻ്റ് ഇടുക, അപ്പോൾ ബാക്കിയുള്ളവർക്ക് അത് വായിക്കാമല്ലോ. അപ്പോൾ ഞാൻ ആ ക്ഷേത്രത്തിൽ പോയിട്ട് സാധാരണ ചെയ്യുന്ന ഒരു കാര്യമാണ് ഞാനിവിടെ ഇത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് നിങ്ങൾ പോകുന്നവർ ഒന്ന് ചെയ്യാൻ ശ്രമിക്കുക. എല്ലാവർക്കും നന്മ വരട്ടെ. നന്ദി, നമസ്കാരം.